ചേരുന്നു. ശ്രീ മോഹൻ വർഗീസ്, ഹർത്താൽ ജനാധിപത്യ അവകാശമാണ്, അത് നമുക്കത് ചോദ്യം ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ ഇന്ന് കണ്ടത് എന്താണ് യഥാർത്ഥത്തിൽ? എന്തിനു വേണ്ടിയാണോ ഹർത്താൽ നടത്തിയത്? അവിടെ ജനങ്ങളുടെ ഒരു അനുകമ്പയുണ്ടായിരുന്നു ആ സംഭവത്തിന്, ആ കുട്ടിയുടെ മരണത്തിൽ. പക്ഷേ തിരികെയല്ലേ കാര്യങ്ങൾ സംഭവിച്ചത്? ഇന്ന് അങ്ങനെയാണ് കരുതേണ്ടത്. ഒരു ഗുഡ്വിൽ ഉണ്ടായിരുന്നത് ബന്ധുകൊണ്ട് നഷ്ടപ്പെടുത്തി, ഭാഗികമായിട്ടെങ്കിലും. ന്യായമായൊരു കാര്യമാണ്. നിതിൻ രാജ് എന്ന ഡെന്റൽ വിദ്യാർത്ഥി കൊല ചെയ്യപ്പെട്ടു, അല്ലെങ്കിൽ ആ കൊലയ്ക്ക് കൊടുക്കപ്പെട്ടു, അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യേണ്ട സാഹചര്യമുണ്ടായി. അൺഫോർച്ചുനേറ്റ് കാര്യമാണ്. എൻറ്റയർ മീഡിയ, എൻറ്റയർ പബ്ലിക് എല്ലാവരും ആ ഒരു കോസിനോടൊപ്പമാണ്. അതായത് ഒരു ദളിത് വിദ്യാർത്ഥി, ദളിത് എന്നല്ല ഏതെങ്കിലും ഒരു വിദ്യാർത്ഥി വിവേചനത്തിന് ഇരയാകുന്നുവെങ്കിൽ കേരളം ഒട്ടാകെ പ്രതിഷേധിക്കേണ്ടതാണ്. പ്രതിഷേധിക്കുകയും ചെയ്തു. പക്ഷേ അതിന് ഒരു ഹർത്താൽ നടത്തി ജനങ്ങളെ മുൾമുലയിലാക്കി വെച്ചിട്ട് യഥാർത്ഥത്തിൽ സഞ്ചാര സ്വാതന്ത്ര്യം പോലും ഭരണഘടന മൗലികാവകാശങ്ങളിലൂടെ ആർട്ടിക്കിൾ 19 അനുസരിച്ച് നൽകുന്ന സഞ്ചാര സ്വാതന്ത്ര്യം പോലും നിർബന്ധിതമായി തടഞ്ഞുകൊണ്ട് നടത്തിയ ഒരു സമരാഭാസം അത് ന്യായീകരിക്കാൻ പറ്റില്ല. കാരണം തിരിച്ച് ഇവർ ഉന്നയിക്കുന്ന ഒരു ചോദ്യം ഉണ്ടാവും. ഇതിനു മുൻപും ഹർത്താലുകൾ കേരളത്തിൽ നടന്നിട്ടുള്ളതാണല്ലോ, വ്യവസ്ഥാപിത രാഷ്ട്രീയ പാർട്ടികൾ നടത്തുന്ന ഹർത്താലിനോട് ജനങ്ങൾ സഹകരിച്ചിട്ടുള്ളതാണല്ലോ, തുടങ്ങിയ ചോദ്യങ്ങളും ഉന്നയിക്കുന്നുണ്ട് സമരസമിതിയുടെ ആളുകൾ. ഇവിടെ ഹർത്താൽ അനുകൂലികൾ എന്ന് പറയാം. ഇവിടെ വ്യവസ്ഥാപിതമായ രാഷ്ട്രീയ കക്ഷികൾ ഹർത്താൽ കോൾ ഫോർ ചെയ്താലും ചില സംഘടനകൾ, ഇതിപ്പോൾ 52ഓളം ദളിത് സംഘടനകളാണ്, പിന്നെ ഒരു കൺസോർഷ്യമാണ്. ആ ഒരു കോസ് എന്ന് പറയുന്നത് ന്യായമാണ്. ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധ അടിയന്തരമായി പതിയേണ്ടതുണ്ട്. നിതിൻ രാജിൻ്റെ കുടുംബത്തിന് ന്യായമായ നഷ്ടപരിഹാരം ലഭിക്കേണ്ടതുണ്ട്. ഇതിന് പിന്നിലുള്ള ആളുകളെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരേണ്ടതുണ്ട്. പോലീസിൻ്റെ ഭാഗത്ത് അനാസ്ഥയുണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കേണ്ടതുണ്ട്. അതിനൊരു പൗര അവബോധമുണ്ടാകണം. അതിനുവേണ്ടിയാണ് ഹർത്താൽ. ഹർത്താലിൽ നിർബന്ധമായി കടയടക്കില്ല, നിർബന്ധമായി വാഹനങ്ങൾ തടയില്ല, നിർബന്ധമായി സഞ്ചാര സ്വാതന്ത്ര്യം ഗൺ പോയിന്റ് നിർത്തി തങ്ങൾ തടയില്ല എന്ന് ആവർത്തിച്ച് സമരസമിതിയുടെ ആളുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പറയുന്നത് കേട്ടതാണ്, മാധ്യമങ്ങളിലൂടെ നമ്മൾ കേട്ടതാണ്. പക്ഷേ അവസാനം നടന്നു വന്നപ്പോൾ ഹർത്താൽ വിജയിപ്പിക്കുക എന്നത് ഒരു അഭിമാന വിഷയമായി, ഒരു പോരാട്ട വിഷയമായി ഒക്കെ വരുമ്പോൾ യഥാർത്ഥത്തിൽ നിർബന്ധിതമായി അത് ഒരു ബ്ലോൺ ഔട്ട് ഓഫ് പ്രൊപ്പോർഷൻ എന്ന നിലയിൽ വരികയാണ്. രാവിലത്തെ ഏതാനും മണിക്കൂറുകൾ, 2-3 മണിക്കൂറുകളിൽ അത് സംഭവിച്ചിരിക്കുന്നു. അതിനുശേഷം പിന്നെ തിരുവനന്തപുരം നഗരത്തിൽ ഉൾപ്പെടെ ശാന്തമായിട്ടാണ് കാര്യങ്ങൾ പോയത്. പക്ഷേ ഹർത്താൽ വിജയിപ്പിക്കാൻ വേണ്ടി ഏതറ്റം വരെയും പോകുന്ന സംഘടനകളുടെ, അത് ഔപചാരിക രാഷ്ട്രീയ കക്ഷികളായിക്കൊള്ളട്ടെ, മറ്റ് ചില ചിതറിയ സംഘടനകളായിക്കൊള്ളട്ടെ, ആരുമായിക്കൊള്ളട്ടെ, അത് വേർതിരിച്ച് കാണേണ്ടതില്ല. നോക്കൂ, ഹർത്താൽ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താ? ഗുജറാത്തി ഭാഷയിലും ഹിന്ദിയിലൊക്കെ പറയുന്ന ഹർ, എല്ലാവരും, താൽ സ്വമേധയാ, എല്ലാവരും ചേർന്ന് സ്വമേധയാ സമ്മർദ്ദരഹിതമായി ചെയ്യേണ്ട ഒരു കാര്യമാണ് ഹർത്താൽ. ഒരു കോസിന് വേണ്ടി ഗാന്ധിയൻ സമരമുറയാണ് ഹർത്താൽ. പക്ഷേ ഇപ്പോഴത്തെ സമരത്തിന്റെ ഇതിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളോട് ആളുകൾക്ക് താല്പര്യമായിരുന്നു, താങ്കൾ പറഞ്ഞതുപോലെ. കാരണം നിതിൻ രാജിന്റെ മരണം അത് കേരള ജനതയെ ആകെ ബുദ്ധിമുട്ടിച്ച ഒരു കാര്യമാണ്. അവിടെ ആ കുട്ടിയുടെ കുടുംബത്തിന് നീതി വേണം എന്നുള്ളത് എല്ലാവരും ആവശ്യപ്പെടുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഹർത്താലിനെതിരെ പ്രതികരിച്ച ജനങ്ങൾ പോലും, തങ്ങൾ തടഞ്ഞു നിർത്തപ്പെട്ടപ്പോൾ എതിരെ പ്രതികരിച്ച ജനങ്ങൾ പോലും പറയുന്നത് ഞങ്ങൾക്ക് നിങ്ങൾ പറയുന്ന കാര്യങ്ങളോട് യോജിപ്പാണുള്ളത്, പക്ഷേ എന്തിന് ഞങ്ങളെ ഇങ്ങനെ തടഞ്ഞു നിർത്തുന്നു? ഒന്നാമത് ചുട്ടുപൊള്ളുന്ന വെയിലായിരുന്നു ഇന്ന്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. KSRTC ബസ്സുകളിൽ മണിക്കൂറുകൾ ഇരിക്കേണ്ടി വന്നു തമ്പാനൂരിൽ പല ആളുകൾക്കും. പല സ്ഥലങ്ങളിലും ഇങ്ങനെയായിരുന്നു. ഒരു ക്യാൻസർ രോഗിയോട് പ്രതികരിക്കുന്നത് തിരുവല്ലയിൽ താങ്കളും കേട്ടതാണല്ലോ, ആ വിഷ്വൽ കണ്ടതാണല്ലോ. അവിടെ ഇന്നെന്തിനാണ് പോകുന്നത്, ഇന്നലെ പോയിക്കൂടായിരുന്നു എന്നൊക്കെയാണ് ചോദിക്കുന്നത്. ആ ദൃശ്യങ്ങൾ കാണാം. 10 ദിവസം മുമ്പ് പ്രഖ്യാപിച്ച അങ്ങനെ പറ്റുകാലത്ത് പുള്ളിക്ക് അങ്ങനെ വരാനായിട്ടോ മരുന്നൊക്കെ ഉണ്ടോ, മരുന്ന് കഴിക്കാനുണ്ടോ അറിയാവോ? നിങ്ങൾ ഒരു ജീവന് വേണ്ടി ഒരു ജീവൻ ബലിയാടാകും കേട്ടോ. നിങ്ങൾ എന്ത് കാണിക്കണ? ഞാൻ ക്യാൻസർ പേഷ്യന്റ് രോഗത്തിന്റെ മുമ്പിൽ ഇങ്ങനെ പറയരുത്. ഒരു രോഗിയോട് അങ്ങനെ പറയരുത് ഞാൻ ക്യാൻസർ പേഷ്യന്റാ. രോഗം വന്നത് ചോദിച്ചിട്ടാണോ? ചോദിച്ചിട്ടാണോ? നോട്ടീസ് അടിച്ചോ? രോഗം തന്നെ ഇന്നലെ എനിക്ക് പോകാൻ പറ്റണ്ട, എന്റെ ശാരീരിക പ്രശ്നമുണ്ട്. എനിക്ക് ഞാൻ 3 മണിക്ക് പോകുന്ന 6 മണിയിലെ ഹർത്താൽ 6 മണിക്കല്ലേ? ഹർത്താൽ പൊളിക്കണമെന്നാണ് നിനക്ക് നിർബന്ധം. ഞാൻ വരില്ല. ഞങ്ങൾ ജീവിക്കട്ടെ. വിടില്ല വിടില്ല വിടില്ല. നിങ്ങൾ ഇത്ര തർക്കിച്ചോണ്ട് വിടില്ല. മസിൽ പിടിച്ചോണ്ട് വിടില്ല.
ഇത് തിരുവല്ലയിൽ കണ്ടതാണ് ഈ ഒരു ദൃശ്യം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.